നമസ്കാരം. പഴവും തേങ്ങയും ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. പഴം വിളയിച്ചത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് 1.5 ടേബിൾ സ്പൂൺ ഒഴിക്കുക. തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 3 മീഡിയം സൈസ് നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കുക. ഇത് പഴംപൊരിക്കൊക്കെ ചെയ്യുന്നത് പോലെ നടുവേ ഒന്ന് കീറിയ ശേഷം വെർട്ടിക്കലി കട്ട് ചെയ്തതാണ്. ഇനി ഇത് 2 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കുക. 3 മീഡിയം സൈസ് പഴം 1/2 കിലോയോളം ഉണ്ടാകും. 3 പേർക്ക് സെർവ് ചെയ്യാൻ ഇത് മതിയാകും. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർക്കുക. വീണ്ടും 2 മിനിറ്റ് നേരം കൂടി തുടർച്ചയായിട്ട് ഇളക്കുക. പഞ്ചസാര ചേർത്ത ശേഷം 2 മിനിറ്റ് നേരം കൂടി ഇളക്കിയിട്ടുണ്ട്. പഴം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. വീണ്ടും അതേ പാനിലേക്ക് ബട്ടറോ നെയ്യോ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുക. ബട്ടർ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് കാഷ്യൂ നട്ട് 1 ടേബിൾ സ്പൂൺ, റൈസിൻസ് അഥവാ ഉണക്ക മുന്തിരിങ്ങ 1 ടേബിൾ സ്പൂൺ, ഏലയ്ക്ക 2 എണ്ണം. ഏലയ്ക്ക അതിൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഒന്ന് പുറത്തേക്ക് വരുന്നതിനായിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടുക. ഇനി ഇത് അല്പനേരം ഒന്ന് ഇളക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. നമ്മൾ ഈ ചേർത്ത 3 ഇൻഗ്രീഡിയൻസ് കാഷ്യൂ നട്ട്, റൈസിൻസ്, അതുപോലെ തന്നെ ഏലയ്ക്ക, ഇത് 3ഉം ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഉണക്കമുന്തിരിങ്ങ ഇതുപോലെ ഒരു ബലൂൺ പോലെ വീർത്ത് വന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ വേണം ഇളക്കാൻ. ഏകദേശം 1 മിനിറ്റിൽ താഴെ മാത്രമേ ഇതിന് സമയമെടുക്കൂ. ഇനി ഇതിലേക്ക് തേങ്ങ ചിരണ്ടിയത് 1/2 കപ്പ് ചേർക്കുക. അതോടൊപ്പം തന്നെ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കുക. ഇത്തവണ ഏകദേശം 1 മിനിറ്റ് നേരം ഇളക്കിയാൽ മതിയാകും. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. നമ്മളിപ്പോൾ ചേർത്തതുപോലുള്ള ഫ്രഷ് ആയിട്ട് ചിരണ്ടിയെടുത്ത തേങ്ങ വേണമെന്ന് നിർബന്ധമില്ല. പാക്കറ്റിൽ കിട്ടുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതായത് ഉണങ്ങിയ തേങ്ങ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തേങ്ങ ചേർത്ത ശേഷം 1 മിനിറ്റ് നേരമൊന്നും ഇളക്കേണ്ട കാര്യമില്ല. 10 സെക്കൻഡ് നേരം ഇളക്കിയാൽ മതിയാകും. ഇതിപ്പോൾ തേങ്ങ ചേർത്ത് 1 മിനിറ്റ് നേരം ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന പഴം ചേർക്കുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ സാധിക്കും. അതായത് ആദ്യം അല്പം ബട്ടർ കൂടുതൽ ഒഴിക്കുക. അതിൽ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയും ഏലക്കയും റോസ്റ്റ് ചെയ്ത ശേഷം പഴം ചേർക്കുക. പിന്നീട് പഴം റോസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് ഇളക്കി തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക. ചെറു ചൂടോടുകൂടി തന്നെ ചായക്കോ കാപ്പിക്കോ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ 4 മണി പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലയേറിയതാണ്. ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.